Hi all, welcome to Studying PSC 10th Prelims Previous Year Maths Questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണ് ഉള്ളത്. ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? സൊല്യൂഷൻ. ഇവിടെ സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 9216 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. അതായത് സമചതുരത്തിന്റെ വിസ്തീർണമാണ് തന്നിരിക്കുന്നത്. ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കണം. സമചതുരത്തിന്റെ വിസ്തീർണം ഏരിയ എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. എ എന്ന് വെച്ചാൽ ഒരു വശത്തിന്റെ നീളം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. 9216 ചതുരശ്ര മീറ്റർ. അപ്പൊ എ കണ്ടുപിടിക്കാനായിട്ട് എ സ്ക്വയർ 9216 ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9216 ആയിരിക്കും. 9216ന്റെ റൂട്ട് 96 ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്കിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് എങ്ങനെയാ വന്നിരിക്കുന്നതെന്നൊന്ന് പറയാം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നിരിക്കുന്ന സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റി ഇതിനെ 2 പാർട്ടാക്കണം. അപ്പൊ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇവിടുന്ന് 2 അക്കം മാറ്റി ഇതിനെ 2 പാർട്ടാക്കണം. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിന്റെ റൂട്ട് എടുക്കണം. സെക്കൻഡ് പാർട്ടിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കി സ്ക്വയർ റൂട്ടിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് പാർട്ട് 92 ആണ്. 92 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ആയിട്ട് റൂട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതില് മാക്സിമം അടങ്ങുന്ന റൂട്ട് എടുക്കുക. അപ്പൊ 92ല് മാക്സിമം അടങ്ങുന്ന റൂട്ട് എന്ന് പറയുന്നത് 81ന്റെ റൂട്ടായ 9 ആണ്. മാക്സിമം 92ൽ മാക്സിമം അടങ്ങുന്നത് 81 ആണ്. 81ന്റെ റൂട്ട് 9 ആണ് വന്നിരിക്കുന്നത്. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പൊ 6 ആണ് വന്നിരിക്കുന്നത്. 0യോ 5ഓ ആണെങ്കിൽ ഡയറക്റ്റ് അത് തന്നെ എഴുതാം. ഇവിടെ ഇപ്പൊ 6 ആണ് വന്നിരിക്കുന്നത്. 6ന് 4 × 4 ഉണ്ട്, 6 × 6 ഉണ്ട്. അങ്ങനെ 4ഓ 6ഓ ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ 94ഓ 96ഓ ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ക്വയർ റൂട്ട് എടുത്ത് ഈ സംഖ്യ ഉണ്ടല്ലോ, ഇതിനെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് ഉള്ള തൊട്ടടുത്ത സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 9 1 10. അപ്പൊ 9 × 10 90 വരും. എന്നിട്ട് ഈ സംഖ്യേനെ കമ്പയർ ചെയ്യണം. ലെസ് ആണോ ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യുമ്പം, ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഗ്രേറ്ററോ ഈക്വലോ വന്നാൽ വലിയ സംഖ്യ എടുക്കണം. അതായത് 4ഓ 6ഓ ആണെങ്കിൽ അതിലെ വലുതെടുക്കണം, ലെസ് ആണെങ്കിൽ ചെറുതെടുക്കണം. അപ്പൊ ഇവിടെ 92ഉം 90ഉം ആണുള്ളത്. അപ്പൊ 92 90നേക്കാളും വലുതാണ്. ഗ്രേറ്ററോ ഈക്വൽ ആണെങ്കിൽ 4 6ല് വലിയ സംഖ്യ വേണം എടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ എടുക്കേണ്ടത് ഗ്രേറ്റർ ആണ്. ഇത് ഗ്രേറ്റർ ആയതുകൊണ്ട് 6 ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഉത്തരം 96 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യാത്രയങ്ങളിൽ a² + b² ഈസ് ഈക്വൽ ടു c² പാലിക്കാത്തത് ഏത്? സൊല്യൂഷൻ. ഈ കണ്ടീഷൻ പാലിക്കാത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 5, 12, 13 ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 5, 12, 13, 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144, 25 + 144 169, 13ന്റെ സ്ക്വയർ 169. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് 6, 8, 10. 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64, 36, 64 100, 10ന്റെ സ്ക്വയർ 100. അപ്പൊ ഇതും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
അടുത്തത് 3, 4, 5. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 16 9 25, 5ന്റെ സ്ക്വയർ 25. അപ്പൊ ഇതും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഇവിടെ ഓപ്ഷൻ ഡി ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കാണിച്ചു തന്നേക്കാം. അപ്പൊ ഇവിടെ 6ന്റെ സ്ക്വയർ 36, 15ന്റെ സ്ക്വയർ 225, 36 പ്ലസ് 225 261, 17ന്റെ സ്ക്വയർ 289. അപ്പൊ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 261 289 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നസംഖ്യകളായ 1/3, 5/7, 2/9 ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ചുവടെ കൊടുത്തിട്ടുള്ള ഏത് ക്രമത്തിലാണ് വരിക? സൊല്യൂഷൻ. ആരോഹണ ക്രമം എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അവരോഹണം എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അത് ഓർത്ത് വെക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ആരോഹണം, അവരോഹണം. ആരോഹണത്തില് 4 അക്ഷരമുണ്ട്, അവരോഹണത്തില് 5 അക്ഷരമുണ്ട്. അപ്പം 4 വരുന്നത്, അതായത് അക്ഷരങ്ങളുടെ എണ്ണം കുറവ് വരുന്നത് ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ്, അതായത് ആരോഹണം. അവരോഹണത്തിലാണെങ്കിൽ 5 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഇവിടെ വലിയ നമ്പർ 5 ആണ്. അപ്പൊ അതായത് അത് വലുതിൽ നിന്ന് ചെറുതിലോട്ടായിരിക്കും, അത് അവരോഹണം. ഓക്കെ, ഇനിയിപ്പം ഈ ഭിന്നസംഖ്യകളിൽ ആരോഹണ ക്രമത്തിൽ എഴുതണം, അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഈ ഭിന്നസംഖ്യകൾ ചെറുത് വലുത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അതായത് അതിന്റെ ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുത്തിട്ട് ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ 1/3, ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കാം, 10 ആയി. 10/3, 10/3 എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് അതിന്റെ വാല്യൂ 3 ആണ്. അടുത്തത് 5/7, ന്യൂമറേറ്ററിൽ 0 കൊടുക്കാം, 50/7, അപ്രോക്സിമേറ്റ് ഇതിന്റെ വാല്യൂ 7 ആണ്. 2/9, അപ്പൊ ഇത് ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കാം, ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് 2 വരും. ഓക്കെ, അപ്പൊ ഇത് ആരോഹണ ക്രമത്തിൽ എഴുതുമ്പം 2, 3, 7 ഈ ഒരു ഓർഡറിലായിരിക്കും. അപ്പൊ ഇത് 2/9, 1/3, 5/7. ഇതാണ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കുമെങ്കിൽ അയാൾ 1 കിലോമീറ്റർ നടക്കാൻ എടുത്ത സമയം മിനിറ്റിൽ എത്ര? സൊല്യൂഷൻ. ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും, അതായത് 2.5 കിലോമീറ്റർ ദൂരം 1 മണിക്കൂറിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ നടക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മിനിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 2.5 കിലോമീറ്റർ ദൂരം നടക്കുന്നത് 1 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 2.5 കിലോമീറ്റർ ദൂരം നടക്കുന്നത് 60 മിനിറ്റ് കൊണ്ടാണ്. അപ്പൊ 1 കിലോമീറ്റർ ദൂരം നടക്കുന്നത് 60 ഡിവൈഡഡ് ബൈ 2.5 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 600/25. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇത് 5 5 25, 120, 5 24 120, 24 മിനിറ്റ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 24 മിനിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിക്ക് വാർഷിക പരീക്ഷയിൽ 100 മാർക്ക് വീതമുള്ള 6 വിഷയങ്ങൾക്കാണ് പരീക്ഷയുള്ളത്. 5 വിഷയങ്ങൾക്കുള്ള ശരാശരി മാർക്ക് 89 ആയിരുന്നു. 6ാമത്തെ വിഷയം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരാശരി മാർക്ക് 90 ആയാൽ 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക് എത്ര? സൊല്യൂഷൻ. 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക്
6 വിഷയത്തിന് ലഭിച്ച ടോട്ടൽ മാർക്കിൽ നിന്ന് 5 വിഷയത്തിന് ലഭിച്ച ടോട്ടൽ മാർക്ക് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ 5 വിഷയങ്ങൾക്കുള്ള ശരാശരി മാർക്ക് 89 അപ്പൊ 5 വിഷയങ്ങൾക്കുള്ള ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ 5 × 89, അതായത് ശരാശരി ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. അപ്പം ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ. അപ്പൊ ഇവിടെ ആവറേജ് 89 നമ്പർ 5 അങ്ങനെയാണ് ടോട്ടൽ വന്നത്. ഓക്കെ, അപ്പം 5 വിഷയങ്ങളുടെ ടോട്ടൽ മാർക്ക് 5 × 89, 9 5 45, ശിഷ്ടം 4 5 44 44 445. 6 വിഷയങ്ങളുടെ ടോട്ടൽ മാർക്ക്, 6 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് 90 അപ്പൊ 6 വിഷയങ്ങളുടെ ടോട്ടൽ മാർക്ക് 6 × 90 540 മാർക്കാണ്. അപ്പൊ 6ാമത്തെ വിഷയത്തിന് ലഭിച്ച മാർക്ക് ഈ ടോട്ടലുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 540 മൈനസ് 445. 540 നിന്ന് 440 പോയാൽ 100 ആയിരിക്കും. അപ്പൊ ഇവിടെ 445 കുറയ്ക്കേണ്ടത്. അപ്പൊ 95 വരും. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 12,000 രൂപ വീതം 2 മേശ വിറ്റപ്പോൾ ഒരു മേശയ്ക്ക് 20% ലാഭവും രണ്ടാമത്തെ മേശയ്ക്ക് 20% നഷ്ടവും വന്നാൽ കച്ചവടത്തിൽ ആകെ ലാഭനഷ്ട കണക്കുകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? സൊല്യൂഷൻ, 2 സാധനങ്ങൾ ഒരേ വിലയ്ക്ക് വിറ്റാൽ ലാഭശതമാനവും നഷ്ടശതമാനവും സെയിം ആയിട്ട് വരുവാണെങ്കിൽ അവിടെ എപ്പോഴും നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. മൊത്തത്തിൽ നഷ്ടമായിരിക്കും അവിടെ വരിക. അപ്പൊ നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു x²/100. എക്സ് ലാഭശതമാനവും നഷ്ടശതമാനവുമാണ്. ലാഭശതമാനവും നഷ്ടശതമാനവും സെയിം ആയിരിക്കും. അപ്പൊ x²/100 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില 12,000 രൂപ, ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20%, നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് 20%. അപ്പൊ ഇവിടെ എക്സ് 20% വരും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നഷ്ടമായിരിക്കും വരിക. നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു x²/100, 20²/100, 400/100, 4% നഷ്ടം. മൊത്തത്തിൽ 4% നഷ്ടം. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 20.94 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100-ൽ-1 ഉണ്ട്? സൊല്യൂഷൻ, 20.94 എത്ര 100-ൽ-1 ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെസിമൽ പോയിന്റിന് ശേഷം ആദ്യം വരുന്നത് 10-ൽ-1 ടേം ആയിരിക്കും. രണ്ടാമത് വരുന്നത് 100-ൽ-1 ടേം ആയിരിക്കും. മൂന്നാമത് വരുന്നത് 1000-ൽ-1 ടേം ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ എത്ര 100-ൽ-1 ഉണ്ടെന്ന് ചോദിച്ചാൽ 100-ൽ-1 ടേമിൽ വരുന്നത് 4 4 100-ൽ-1 ഉള്ളത്. ആൻസർ ഓപ്ഷൻ ബി 4. അടുത്ത ക്വസ്റ്റ്യൻ, 8 9 10 15 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? സൊല്യൂഷൻ, തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതിന്റെ ലസാഗുവായിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ ഈ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ ഈ ശിഷ്ടവും കൂടെ ആഡ് ചെയ്യുക. അതായിരിക്കും ഉത്തരം. അപ്പൊ ഇവിടെ 8 9 10 15 15 20 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഇതിന്റെ ലസാഗു എടുക്കുക, അതിനോടുകൂടി 5 കൂട്ടുക, അതായിരിക്കും ഉത്തരം. അപ്പൊ ഇവിടെ ഇതിന്റെ ലസാഗു കണ്ടുപിടിക്കാം. 8 9 10 15 20 5 കൊണ്ട് ചെയ്യാം. ഇനി 2 കൊണ്ട് ചെയ്യാം.
ഇനി 2 കൊണ്ട് ചെയ്യാം. ഇനി 3 കൊണ്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇനി ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ലസാഗു എന്ന് പറയുന്നത് ഈ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതായത് 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1. അപ്പൊ ഇത് 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 2 20, 20 ഇൻറ്റു 3 60, 60 ഇൻറ്റു 2 120, 120 ഇൻറ്റു 3 360, 360 ഇൻറ്റു 1 360. ലസാഗു 360. ലസാഗു പ്ലസ് ശിഷ്ടം. അപ്പൊ ഇത് 360 പ്ലസ് 5 365 ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ തുകയായ സംഖ്യ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? സൊല്യൂഷൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ 2 എക്സാമ്പിളുകൾ ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ ഏത് സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും? 2 എക്സാമ്പിളുകൾ 12ഉം 14ഉം എടുക്കാം. എക്സാമ്പിളുകൾ ചെയ്യുമ്പം ഏറ്റവും ചെറിയ സംഖ്യ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക, അതായിരിക്കും എളുപ്പം. അപ്പൊ ഇവിടെ 12ഉം 14 അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി കൂട്ടുമ്പോൾ 12 പ്ലസ് 21 33, 14 പ്ലസ് 41 55. അപ്പൊ ഇവിടെ 33ഉം 55ഉം ആണ് വന്നിരിക്കുന്നത്. ഇതിനെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 11 ആണ്. അപ്പൊ ഇവിടെ ഒരു രണ്ടക്ക സംഖ്യേനെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതി ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ അതിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 11 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് 2 പ്ലസ് 29 ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് 39 മൈനസ് 2 ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് 17 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റിലുള്ള കാൽക്കുലേഷൻ ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷനും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിലെ കാൽക്കുലേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ 3 ബ്രാക്കറ്റുകളുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അകത്ത ബ്രാക്കറ്റിലെ, ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിലെ വേണം ആദ്യം ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം ഈ ബ്രാക്കറ്റിൽ ചെയ്യുക, പിന്നെ ഈ ബ്രാക്കറ്റിൽ ചെയ്യുക, പിന്നെ ഈ ബ്രാക്കറ്റിൽ ചെയ്യുക, അങ്ങനെ വേണം. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് 17 പ്ലസ് 2 ആണ്. അപ്പൊ 17 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 19 വരും. അപ്പൊ ഈ ബ്രാക്കറ്റ് അങ്ങ് പോയി കിട്ടും. അപ്പൊ ഇത് 19, അതായത് 2 ഇൻറ്റു 19 എന്ന് വന്നു. 2 ഇൻറ്റു 19 എന്ന് പറഞ്ഞാൽ 38 ആണ്. അപ്പൊ ഇത് 39. അപ്പൊ ഇനി ഈ ബ്രാക്കറ്റിനുള്ളിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇത് 39 മൈനസ് 38 1 വരും. അപ്പൊ ഈ ബ്രാക്കറ്റും അങ്ങ് പോയി കിട്ടി. അപ്പൊ ഇനി അടുത്തത് വരുന്നത് ഈ ബ്രാക്കറ്റിനുള്ളിലത്തെ കാൽക്കുലേഷനാണ്. അതായത് 2 പ്ലസ് 29 ഇൻറ്റു 1 എന്ന് വരും. അപ്പൊ ഇത് 29 ഇൻറ്റു 1 29, 29 പ്ലസ് 2 31. അപ്പൊ ഈ ബ്രാക്കറ്റും അങ്ങ് പോയി. അപ്പൊ ഇനി 2 ഇൻറ്റു 31 62 ആണ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, 1 പ്ലസ് 1 ബൈ 1 മൈനസ് 1 ബൈ 2 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ 1 പ്ലസ് 1 ബൈ 1 മൈനസ് 1 ബൈ 2, 1 മൈനസ് 1 ബൈ 2 1 ബൈ 2 ആണ്. അതായത് 1 ബൈ 2 എന്ന് വെച്ചാൽ അരയാണ്. 1-ൽ നിന്ന് അര പോയാൽ അര എന്ന് വെച്ചാൽ 1 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഭിന്നസംഖ്യകളാവുമ്പം ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ തിരിച്ചെഴുതുക. അപ്പൊ ഇവിടെ ഇത്
1 പ്ലസ് 1 ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ 1/2 ആകുമ്പോൾ 2/1 വരെ. അപ്പൊ ഇത് 1 പ്ലസ് 2/1 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പൊ ഇത് 1 ഇൻറ്റു 2 2 ആയിരിക്കും. അപ്പൊ 1 പ്ലസ് 2 3 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 0 4 1 2 1 4 3 1 ഡാഷ്. ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെ വന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ ഇവിടെ 0 4 1 2 1 4 3 1 ആണ്. അപ്പൊ 0 4 1 തമ്മിലുള്ള ഡിഫറൻസ് 4 1 ആണ്. 4 1 2 1 തമ്മിലുള്ള ഡിഫറൻസ് 4 1 ആണ്. 2 1 4 3 തമ്മിലുള്ള ഡിഫറൻസ് 4 1 ആണ്. 4 3 1 തമ്മിലുള്ള ഡിഫറൻസ് 4 1 ആണ്. അതായത് 1/4 ഭാഗം വീതം കൂട്ടിക്കൂട്ടിയാ പോയേക്കുന്നത്. അപ്പൊ ഇവിടെ 1 പ്ലസ് 4 1 1 പ്ലസ് 4 1 1 പ്ലസ് 1/4 ഭാഗം. അപ്പൊ 1 4 1 1 4 1 ഈസ് ഈക്വൽ ടു 4 1 4 1 5 5/4 5/4 ആണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 26:63 124:x ആയാൽ എക്സിന്റെ വില എത്ര? സൊല്യൂഷൻ. ഇതെങ്ങനെ വന്നിരിക്കുന്നത് നോക്കുക. അതുപോലെ ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 26 വന്നിരിക്കുന്നത് 3 ക്യൂബ് മൈനസ് 1 ആണ്. 3 ക്യൂബ് 27 27 മൈനസ് 1 26. 63 എന്ന് വെച്ചാൽ 4 ക്യൂബ് മൈനസ് 1 ആണ്. 4 ക്യൂബ് 64 64 മൈനസ് 1 63. അപ്പൊ ഇത് 3 ക്യൂബ് മൈനസ് 1 4 ക്യൂബ് മൈനസ് 1 ആണ്. അപ്പൊ ഇവിടെ ഇത് 124 എന്ന് വെച്ചാൽ 5 ക്യൂബ് മൈനസ് 1 5 ക്യൂബ് 125 125 മൈനസ് 1 124. അപ്പൊ ഇത് 5 ക്യൂബ് മൈനസ് 1 ആണെങ്കിൽ അടുത്തത് 6 ക്യൂബ് മൈനസ് 1 ആയിരിക്കും. ഇതുപോലെ 6 ക്യൂബ് മൈനസ് 1 6 ക്യൂബ് 216 216 മൈനസ് 1 215 215 ആണ് എക്സിന്റെ വില. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സ് 7:3 എന്ന അനുപാതത്തിലാണ്. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 36 ആയാൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? സൊല്യൂഷൻ. അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സ് 7:3 ഫാദർ സണ്ണ്. അപ്പൊ 7:3 ഇത് റേഷ്യോ ആയതുകൊണ്ട് ഫാദറിന്റെ വയസ്സ് 7x എടുക്കാം, സണ്ണിന്റെ വയസ്സ് 3x എടുക്കാം. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 36 ആണ്. അപ്പം 7x മൈനസ് 3x 36 ആണ്. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് കിട്ടും. ഓക്കെ. അപ്പൊ 7 മൈനസ് 3 4. അപ്പൊ 7x മൈനസ് 3x 4x ഈസ് ഈക്വൽ ടു 36. Therefore x ഈസ് ഈക്വൽ ടു 36/4 9. മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 3x 3 ഇൻറ്റു 9 27 27 മകന്റെ ഇപ്പോഴത്തെ വയസ്സ്. ആൻസർ ഓപ്ഷൻ ബി. ഫാദറിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എക്സിന്റെ വാല്യൂ 7x കൊടുക്കുക. അപ്പൊ 9 ഇൻറ്റു 7 63 ആയിരിക്കും അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ്. ക്വസ്റ്റ്യൻ ഒരു നിരയിൽ എക്സ് മുന്നിൽ നിന്നും 9-ാം സ്ഥാനത്തും y പിന്നിൽ നിന്നും 4-ാം സ്ഥാനത്തുമാണ്. എക്സിൽ നിന്ന് 3 സ്ഥാനം പിന്നിലാണ് y എങ്കിൽ ആ നിരയിൽ ആകെ എത്ര പേരുണ്ട്? സൊല്യൂഷൻ. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് എയും ബിയും ആയിട്ട് എടുത്താൽ ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് 1. അതായത് ഈ 2 പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ ഒരു നിരയിൽ എക്സ് മുന്നിൽ നിന്ന് 9-ാം സ്ഥാനത്തും. ഇതൊരു നിര. ഇവിടെ ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. എക്സ് മുന്നിൽ നിന്ന് 9-ാം സ്ഥാനത്താണ്. അപ്പൊ ഇവിടെ
മുന്നിൽ നിന്ന് 9ാം സ്ഥാനത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. അടുത്തത് y പിന്നിൽ നിന്ന് 4ാം സ്ഥാനത്ത്. അപ്പൊ ഇത് ഇവിടെ x, ഇവിടെ y. അപ്പൊ ഇത് പിറകിൽ നിന്ന് 4ാം സ്ഥാനത്താണ് y നിൽക്കുന്നത്. എക്സിൽ നിന്നും 3ാം സ്ഥാനം പിന്നിലാണ് y. അതായത് ഇവിടെ എക്സിൽ നിന്ന് 3ാം സ്ഥാനം പിന്നിലാണ് y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 3 സ്ഥാനം പുറകോട്ട് വരും. അതാണ് വൈയുടെ പൊസിഷൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പൊ 9ഉം 3ഉം 12ാമത്. അതായത് വൈ പുറകിൽ നിന്ന് നോക്കുമ്പോൾ 4ാം സ്ഥാനത്തും മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 12ാം സ്ഥാനത്തുമാണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് കിട്ടി. അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് അത് തമ്മിൽ ആഡ് ചെയ്ത് ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ വൈയുടെ ടേം മാത്രം ഇവിടെ നോക്കിയാൽ മതി. ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു 12 + 4 - 1, 16 - 1, 15. ടോട്ടൽ 15 ആളുകളാണ് ഉള്ളത്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ തിരിച്ചറിയുക. 64, 81, 9, 24. സൊല്യൂഷൻ ആൻസർ ഓപ്ഷൻ ഡി 24 ആണ്. ബാക്കി 3 എണ്ണവും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതായത് 8ന്റെ സ്ക്വയർ ആണ് 64, 9ന്റെ സ്ക്വയർ 81, 3ന്റെ സ്ക്വയർ 9. അപ്പൊ ഇവിടെ 24 ആണ് ഒറ്റയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാത്സ് 61 എന്ന സംഖ്യയും തിങ്ക് 62 എന്ന സംഖ്യയും ഉപയോഗിച്ച് രേഖപ്പെടുത്തിയാൽ എബിലിറ്റി ഏത് സംഖ്യ കൊണ്ട് രേഖപ്പെടുത്തും? സൊല്യൂഷൻ, ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കുക, അതുപോലെ എബിലിറ്റിയും കണ്ടുപിടിക്കുക. അപ്പൊ ഇത് വന്നിട്ടുള്ളത് ഈ അക്ഷരങ്ങളുടെ പൊസിഷൻസ് തമ്മിൽ കൂട്ടുമ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഓർഡറിലുള്ള പൊസിഷൻസ് അറിയാൻ ഒറ്റൊരു കോഡുണ്ട്. അതിതാണ് ഇജോറ്റി. 5, 10, 15, 20, 25. ഇജോറ്റി 5, 10, 15, 20, 25 എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഈ 5ാമത് വരും J10, O15, T20, Y25. ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ ഓർഡറിലുള്ള പൊസിഷൻസ്. അപ്പൊ ഇവിടെ എം വരുന്നത് 13, A1, T20, H8, S19. അപ്പൊ ഇവിടെ 13 + 1 14, 14 + 20 34, 34 + 8 42, 42 + 19 42, 10, 52, 9, 61. അപ്പൊ ഈ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്തപ്പോഴാണ് 61 കിട്ടിയത്. അടുത്ത് തിങ്ക്. ടിയുടെ പൊസിഷൻ 20 + H 8, I 9, N 14, K 11. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 28, 9, 37, 37, 14, 37, 10, 47, 4, 51, 51, 11, 62. ഓക്കെ, അപ്പൊ എബിലിറ്റി വരുന്നത് ഈ അക്ഷരങ്ങളുടെ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ A1, B2, I9, L12, I9, T20, Y25. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യാം. 1, 2, 3, 3, 9, 12, 12, 12, 24, 24, 9, 33, 33, 20, 53, 53, 25, 78. എബിലിറ്റി 78 ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിട്ടുപോയ കളം പൂരിപ്പിക്കുക. സൊല്യൂഷൻ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്താണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ കോർണറിലുള്ള കോളത്തിൽ ഏത് സംഖ്യ വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ 2 സെറ്റിലും ഈ കോർണറിലുള്ള കോളത്തിൽ ഉള്ള സംഖ്യ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക, അതുപോലെ ഇവിടെയും കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെറ്റില് കോർണറിലെ കോളത്തിൽ 6 ആണ് വന്നിരിക്കുന്നത്. 6 വന്നിരിക്കുന്നത് 3 × 1 × 2.
3 2 6. ഇവിടെ സെക്കൻഡ് സെറ്റിൽ 24 ഈ കോർണറിലെ കോളത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 3 ഇൻറ്റു 4 ഇൻറ്റു 2, 3 ഇൻറ്റു 4 12, 12 ഇൻറ്റു 2 24. അപ്പം ഈ രണ്ട് സെറ്റിലും ഈ കോർണറിലെ കോളത്തിലെ നമ്പർ വന്നിരിക്കുന്നത് ബാക്കിയുള്ള കോളത്തിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരേണ്ടത്? ക്വസ്റ്റ്യൻ മാർക്കിൽ വരേണ്ടത് ഈ ബാക്കി 3 കോളത്തിലെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യ ആയിരിക്കും. അപ്പൊ ഇത് വരുന്നത് 3 ഇൻറ്റു 5 ഇൻറ്റു 2, 15 2 30 ആയിരിക്കും ഈ കോളത്തിൽ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി 30 ആണ്. ക്വസ്റ്റ്യൻ, പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഡിവിഷൻ ആയാൽ 10 പ്ലസ് 18 മൈനസ് 6 എത്ര? സൊല്യൂഷൻ, 10 പ്ലസ് 18 മൈനസ് 6 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ പ്ലസ് ഇൻറ്റു ആയിട്ട് മാറും, മൈനസ് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ ആദ്യം ആ സൈൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. 10 പ്ലസ് ഇൻറ്റു, അതായത് 10 ഇൻറ്റു 18 മൈനസ് ഡിവിഷൻ ആയി, 10 ഇൻറ്റു 18 ബൈ 6. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം. അപ്പൊ ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണുള്ളത്. ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പൊ 18 ബൈ 6 3, 10 ഇൻറ്റു 3 30. 30 ആൻസർ. ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ഗണിതക്രിയകൾ തെരഞ്ഞെടുക്കുക. ചോദ്യചിഹ്നമുള്ള സ്ഥാനങ്ങൾ പൂരിപ്പിക്കുക. 4 ക്വസ്റ്റ്യൻ മാർക്ക് 4, ക്വസ്റ്റ്യൻ മാർക്ക് 4 ഈസ് ഈക്വൽ ടു 5. സൊല്യൂഷൻ, ഇവിടെ ഇതെങ്ങനെ, ഏത് സൈൻ ആണ് വരേണ്ടത് നോക്കുക. അപ്പൊ ഇത് 5 വരണമെങ്കിൽ ഇവിടെ ഡിവിഷൻ ആയിരിക്കും. 4/4 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 5 ആയിരിക്കും. 4/4 1, 1 പ്ലസ് 4 5. അപ്പൊ ഇവിടെ വരേണ്ട സൈന് ഡിവിഷനും പ്ലസും ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.